എൻ്റെ പേര് രാകേഷ്, കാവുങ്ങലിലെ ടെക്നീഷ്യനാണ് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് നമുക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ടില്ലറാണ്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവുങ്ങ്, തെങ്ങ് എന്നുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരിക. പിന്നെ പറമ്പുകളിൽ ചെയ്യുക. നമ്മൾ ഇതിൻ്റെ കമ്പനി എന്ന് വെച്ചാൽ വർഷ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. കാവുങ്ങലിലാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഷൻ ഉള്ളത്, കാവുങ്ങലാണ്. അതിൽ നമുക്കിപ്പോൾ ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾ തന്നെ ഉണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പെട്ടെന്ന് നല്ല എളുപ്പത്തിലാണ്. അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ മെഷീൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്കിപ്പോൾ ഒരു മണിക്കൂറിൽ തന്നെ നമുക്കൊരു 60 സെൻറ്റ് സ്ഥലം വരെ നമുക്ക് അത് കളച്ചെടുക്കാനായിട്ട് സാധിക്കും. വലിയ സ്ട്രെയിൻ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ എല്ലാ ഇതിലും നമ്മൾ നോക്കുന്നത് ലേബേഴ്സിൻ്റെ പ്രശ്നമാണ്. എവിടെയും നമുക്ക് ലേബേഴ്സിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കുറേശ്ശെ ആയിട്ട് ചെയ്യാൻ തന്നെ പറ്റുന്ന ഒരു രീതിയിൽ, വലിയ ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ വർഷ എന്ന് പറഞ്ഞ ഇറക്കുന്ന കമ്പനി ടില്ലർ. നമുക്കിപ്പോൾ ഇതിൽ ഇപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലായിട്ട് നമുക്ക് ഒരു മണിക്കൂറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ 60 സെൻറ്റ് സ്ഥലം വരെ നമുക്ക് വർക്ക് ചെയ്യാം. അതിൽ പാകം നമുക്ക് വരുന്ന പെട്രോൾ ചിലവ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 750 ml ആണ് അതിൽ വരുന്ന പെട്രോളിൻ്റെ ചിലവ്. അതിലിപ്പോൾ നമുക്ക് 5 HP പവറാണ് ഈ എൻജിൻ്റെ ഇത് പവർ വരുന്നത്. 5 HP ആണ്. അതിൽ നമുക്ക് 3 അടി വരെയാണ് അതിൻ്റെ റോട്ടാവേറ്ററിൻ്റെ വലിപ്പം. 3 അടി വരെ ചെയ്യാം. അത് നമുക്ക് 3 അടിയിൽ കുറവ് ചെയ്യണമെങ്കിൽ അത് അതിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ അതിന് നമുക്കിപ്പോൾ ഗിയർ സിസ്റ്റമാണ് വരുന്നത്. ബെൽറ്റ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ചെയിൻ സിസ്റ്റം ആണെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും കംപ്ലയിൻസുകൾ കൂടുതലായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ വർഷ എന്ന് പറഞ്ഞ കമ്പനി ഈ മിനി ടില്ലർ ചെയ്തിരിക്കുന്നത്. ഗിയറാണ് അതിൻ്റെ സിസ്റ്റം. അതിൽ 2 ഫോർവേഡും ഒരു റിവേഴ്സാണ് അതിന് നമ്മൾ ഇപ്പോൾ ഈ ടില്ലറിനുള്ളത്. അതിൽ നമുക്ക് ഫോർവേഡ് ഫസ്റ്റിലിട്ട് നമ്മൾ എപ്പോഴും നല്ല ഹാർഡായ സ്ഥലം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റിലിട്ടാണ് നമ്മൾ ചെയ്യുക. സെക്കൻഡിൽ നമുക്ക് റണ്ണിങ്ങിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് സെക്കൻഡ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ റിവേഴ്സ് എപ്പോഴും എന്തെങ്കിലും അതിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് റിവേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ മെഷീൻ തെറിച്ച് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ക്ലച്ചിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ക്ലച്ച് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് മെഷീൻ ഓട്ടോമാറ്റിക് നിൽക്കുന്നതായിരിക്കും. മറ്റേ ട്രാക്ടർ, ടില്ലർ അങ്ങനെ വലിയ വലിയ മെഷീനുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ കൂടുതലായിരിക്കും. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് വളരെ ഒരു അപകടം കുറഞ്ഞ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെഷീനാണിത്. ഇപ്പോൾ ട്രാക്ടറിൻ്റെ ടില്ലറിനെ അപേക്ഷിച്ച് ഇതിൻ്റെ കോസ്റ്റും ഭയങ്കര കുറവായിരിക്കും. നമുക്കിപ്പോൾ ട്രാക്ടറിന് ഒരു 7 ലക്ഷം രൂപ അതിൻ്റെ അടുത്ത് വരും. പിന്നെ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം, അതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിനി ടില്ലർ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഒരു 40,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വളരെ കർഷകർക്ക് എപ്പോഴും ഒരു യൂസ്ഫുള്ളായ ചെറിയൊരു മെഷീനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന, ഇപ്പം മറ്റുള്ള ലേബേഴ്സിനെ വെച്ച് നമ്മൾ പറമ്പ് കളയ്ക്കുക എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ 1/3 ഭാഗം സമയം മാത്രമാണ് നമുക്കിത് വരുന്നത്. അതിൻ്റെ ചിലവും അതാണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈം നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് കൂടുതലായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ആ ഫസ്റ്റത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നമുക്കിവിടെ പോകുന്നുള്ളൂ. പിന്നീട് നമുക്ക് ലേബേഴ്സിനെ കുറയ്ക്കാം, എല്ലാം ചെയ്യാം. ഇപ്പോൾ ഒരാൾ മാത്രം മതി ഇത് നമുക്ക് ചെയ്യാനായിട്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ ഈ മിനി ടില്ലർ വർഷ എന്ന് പറയുന്ന മിനി ടില്ലറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പറഞ്ഞ മെഷീനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. ഈ ചെയ്യാനുള്ളത് ഇതിൻ്റെ ടയറ് ചേഞ്ച് ചെയ്യണം. ടയർ ചേഞ്ച് ചെയ്ത് ഇതിൻ്റെ റോട്ടാവേറ്റർ അതിലേക്ക് ഫിറ്റ് ചെയ്യണം. അത് കറക്റ്റാക്കിയതിന് ശേഷം ഈ പിന്ന് ഇതിലിടുക. ടയർ മാറി റോട്ടാവേറ്റർ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം ഇതിൻ്റെ സ്വിച്ച് ഓണാക്കുക.
ഓണാക്കിയതിന് ശേഷം ആക്സിലേറ്റർ, ഇതാണ് ആക്സിലേറ്റർ ജസ്റ്റ് ഒന്ന് കുറച്ച് കൂട്ടിയിടുക. അതിന് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തതിന് ശേഷം ഈ കാർബറേറ്ററിൻ്റെ അവിടെയുള്ള പെട്രോള് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം ഇത് ചോക്കാണ്, ഈ ചോക്ക് ഓണാക്കിയിടുക. ഇതിൽ 3 ഗിയറുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, ന്യൂട്രൽ, റിവേഴ്സ്, അങ്ങനെ 4 ഗിയർ ഇതാണ് വരുന്നത്. അതിൽ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മെഷീൻ ന്യൂട്രൽ ആക്കിയിടണം. ഇത് -1 എന്ന് പറയുമ്പോൾ റിവേഴ്സാണ്, പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, ഫോർവേഡാണ് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ന്യൂട്രൽ ആക്കിയതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ കിക്കറാണ് വരുന്നത്. നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മെഷീൻ ഫസ്റ്റ് ഗിയറിലിടണം. ഫസ്റ്റിൽ ഇട്ടതിന് ശേഷം ഇവിടെ ഒരു സേഫ്റ്റി ലോക്ക് ഉണ്ട്. ആ ലോക്ക് പ്രസ് ചെയ്ത് പിടിച്ചത് ശേഷം ഈ ക്ലച്ച് നമ്മൾ പിടിക്കാൻ പാടുള്ളൂ. ഇത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഗിയർ ഇടുമ്പോൾ പെട്ടെന്ന് എൻജിൻ മെഷീൻ മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോക്ക് ചെയ്തിട്ടുള്ളത്. അത് ആദ്യം പ്രസ് ചെയ്ത് പിടിക്കണം. പിന്നീട് ചെയ്യേണ്ടത് ആക്സിലേറ്റർ നമ്മളൊരു ഇതിൽ കൊടുത്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മൂവ് ചെയ്യാൻ പാടുള്ളൂ മെഷീൻ. മെഷീൻ നമ്മൾ ഓഫാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആക്സിലേറ്റർ ഫുള്ളായി കുറച്ചതിന് ശേഷം ഈ റെഡ് സ്വിച്ച് ഓഫ് ചെയ്താൽ മതി.